ഇതൊക്കെ നമ്മളെ മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലാണ്. മലപ്പുറം ജില്ലയിലെ ആനാർങ്ങാടിയുള്ള സ്ഥലമായിട്ടത്. ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ ഇറങ്ങിയതൊരു. അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ വന്ന് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. 2 തേങ്ങയൊക്കെ എടുത്ത് വഴിപാടൊക്കെ ചെയ്യാനായിട്ട് എടുത്ത് അപ്പോൾ പോകുന്ന വഴിയാണ്. അമ്പലത്തേക്ക് എത്തുന്ന സ്ഥലമാണിത്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യണത്. മഴയൊക്കെ പെയ്ത് നല്ല പച്ച പുല്ലൊക്കെ വിരിച്ച് സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ ബാക്കിൽ കുറേ സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അമ്പലത്തേക്കുള്ള വഴി. ആനാർങ്ങാടി വഴിയാണ് വരേണ്ടത്. അമ്പലം എത്തുമ്പോൾ തന്നെ നമ്മൾ 10:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളൊക്കെ കുറവാണ്. ഇതവിടുത്തെ അമ്പലത്തിൻ്റെ അന്തരീക്ഷം, എല്ലാ കാര്യങ്ങളാണിത്. പഴയൊരു ആൽമരമുണ്ട്. ഇതാണ് പുറകിൽ വശം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ പുറകിൽ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമുണ്ടെന്ന്. അങ്ങനെ പുറകിലുള്ള സ്ഥലമാണിത്. ചാലിയാർ പുഴയാണിത്. ഇവിടുന്ന് നോക്കിയാൽ ചാലിയാർ പുഴ കാണാം. കിൻഫ്രയൊക്കെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് ഇവിടുത്തെ ഇടയ്ക്ക് ഒരു കിളി കരയണ ശബ്ദമുണ്ട്. ആ കിളി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വരും. ആ കിളീനെ കാണിച്ചു തരാം. ഇതാ അവൻ്റെ ഫ്രണ്ട് ആയിരുന്നു തോന്നണം. അവൻ്റെ ഫ്രണ്ട് മരിച്ചപ്പോൾ അവനെ എടുത്തുകൊണ്ട് പോവുകയാണ്. മറ്റാൾ മരിച്ചിട്ടുണ്ട്. ഇവരാണ് ആ കിളികൾ. ഈ കിളികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. നല്ല രസമാണ് ഇവർ ശബ്ദങ്ങൾ കേൾക്കാൻ. പിന്നെ ഈ കാണാനാണ് മറ്റേ തെച്ചിപ്പഴം എന്ന് പറയുന്നത്. തെച്ചിപ്പൂവിൻ്റെ പഴമാണത്. ഈ പഴം നല്ല രസമാണ് കഴിക്കാനൊക്കെ. പിന്നെ ഉണ്ട് അച്ഛനമ്മയും പ്രസാദമൊക്കെ ആയിട്ട് വന്ന് അവിൽ കുഴച്ചതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് ഇവിടുത്തെ മെയിൻ പ്രസാദമാണ്. ഇതാണ് വഴിപാട് കൗണ്ടറൊക്കെ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രമൊക്കെ ദർശനം കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് കാറിൻ്റെ അടിയിൽ 2 ആൾക്കാർ. ഓക്കെ, ബായ്.